അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥ. ആ ഒരു സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണെങ്കിൽ അവരുടെ അടുത്ത് ഏത് രീതിയിലായിരിക്കും മലക്കുകൾ വരിക എന്നുള്ളതും, ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്ത് ഏത് രീതിയിലായിരിക്കും മലക്കുകൾ വരിക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ അഹങ്കാരം എന്നുള്ള മഹാവിപത്ത്, ആ ഒരു വിപത്ത് കാരണമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ തിന്മകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം അതാണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇനി സൂറത്തുൽ ഖിയാമയിലെ അടുത്തതായിട്ട് വരുന്ന ആയത്തുകളിൽ, അല്ലെങ്കിൽ അവസാനത്തെ 5 ആയത്തുകളിൽ എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى وجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ അവനെ വെറുതെ വിട്ടയക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള കഴിവുകളും മനുഷ്യന് നൽകി, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. ഒരു പരിധിവരെ ഭൂമിയുടെ കൈകാര്യകർത്താക്കളായി മനുഷ്യരെ സംവിധാനിച്ചു. അതോടൊപ്പം തന്നെ മനുഷ്യനോട് ചോദിക്കുകയാണ്, അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ, നീ ഒരു തെറിക്കുന്ന ജലം, ഒരു ജലകണിക മാത്രമായിരുന്നല്ലോ. ചെറിയ ഒരു അവസ്ഥ, ജീവന്റെ തുടക്കത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നല്ലോ, നുത്ഫത്തായിരുന്നല്ലോ, ബീജകണമായിരുന്നല്ലോ നീ. തുമ്മക്കാന അലക്കത്തം ഫഖലക ഫസവ്വ, പിന്നീട് നിന്നെ ഒരു രക്തപിണ്ഡമായിട്ട് സംവിധാനിച്ചു, അതിനെ പിന്നീട് രൂപാന്തരപ്പെടുത്തി, ശരിയാക്കി. സവ്വ എന്നുള്ളതിൻ്റെ അർത്ഥം ശരിയാക്കി, ചൊവ്വാക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ അസ്ഥിയും അതുപോലെ തന്നെ അതിനെ മൂടിക്കൊണ്ടുള്ള മാംസവും കാര്യങ്ങളൊക്കെ അത് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് മറ്റ് സൂറത്തുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവം തന്നെയാണ്, സവ്വ എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യനാക്കി, ദേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാക്കി മാറ്റി, ആത്മാവും ദേഹവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാക്കി മാറ്റി. വജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ഇണകളായിട്ട് സ്ത്രീ ആയിട്ടും പുരുഷനായിട്ടും നിന്നെ സംവിധാനിച്ചു മാറ്റി. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, പിന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള രക്ഷിതാവ്, ആ രക്ഷിതാവിന് നിന്നെ മരണത്തിന് ശേഷം പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ നീ അങ്ങനെ കരുതുന്നുണ്ടോ? അതിന് കഴിയാത്ത ഒരു ശക്തിയാണ് നിന്റെ രക്ഷിതാവ് എന്ന് നീ കരുതുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള, വളരെയധികം ആലോചിക്കേണ്ടതായിട്ടുള്ള, എന്നാൽ ചിന്തിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണത്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവനെ പുനരുജ്ജീവിപ്പിക്കുക, അവൻ അതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്, ജീവിതത്തിനെ മനോഹരമാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഖിയാമയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, സന്തോഷ വാർത്തകൾ അറിയിക്കുന്നുണ്ട്. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുങ്ങി നിൽക്കുന്നവർക്ക് തക്കതായിട്ടുള്ള താക്കീതും നൽകുന്നുണ്ട്. സൂറത്തുൽ ഖിയാമയിൽ പറയുന്ന വിഷയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഏറ്റവും പക്വതയോടുകൂടെ ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക, ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ഏവരെയും നാഥൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണവേദനയുടെ കഠിനമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നാഥൻ നമുക്ക് ഏവർക്കും ശമനം നൽകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നാഥൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.